അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യം അവഗണിക്കാവുന്ന ഒന്നല്ല. പ്രത്യേകിച്ചും ഭൗതികവാദികളും യുക്തിവാദികളും നിരീശ്വരവാദികളും മനുഷ്യചിന്തകളിൽ നിന്നും അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ മറപ്പിച്ചു കളയാൻ ആവുന്ന ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരിൽ പലരും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല. മുസ്ലിം ഉമ്മത്തിന്റെ ആഗോളതലത്തിലുള്ള പരാജയത്തിന്റെ പ്രധാന കാരണം അള്ളാഹുവിനുള്ള വിശ്വാസത്തിലെ അപാകതകളും പോരായ്മകളുമാണ്. അതുമൂലം അനുഭവിച്ച സൃഷ്ടാവുമായുള്ള അകൽച്ചയുമാണ് ഭൗതികമായും യുക്തിപരമായും അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ പ്രബോധകർ പരാജയപ്പെടുന്നു എന്ന് സംശയിച്ചു പോവുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിനെ ബുദ്ധിപരമായും ശാസ്ത്രീയമായും ഭൗതികമായും യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹു ഉണ്ടോ എന്ന വിഷയം ചർച്ചയ്ക്കിടുന്നത്. അള്ളാഹു ഉണ്ട് എന്നത് അവനാണ് സൃഷ്ടാവെന്നതും ശാസ്ത്രവും ബുദ്ധിയും യുക്തിയും അവിതർക്കിതമായി സമ്മതിക്കുന്ന അനിഷേധ്യ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് കണ്ടെത്താം. അള്ളാഹു അവന്റെ പ്രപഞ്ചത്തിൽ അവന്റെ സാന്നിധ്യത്തെ വിളിച്ചോതുന്ന അനേകം ദൃഷ്ടാന്തങ്ങളും അവനാണ് സൃഷ്ടാവായ ഏകദൈവമെന്നറിയിക്കുന്ന ഒരുപാട് തെളിവുകളും സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. ഓരോ ചരാചരവും വിളിച്ചു പറയുന്നുണ്ട് ഏകനായ അള്ളാഹുവിനെ കുറിച്ച്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മുഴുവനും പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്കുള്ള മാർഗദർശനങ്ങളാണ്. എല്ലാം വിളിച്ചോതുന്നു. ഭൗതികമായി അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റുന്ന മാധ്യമങ്ങളിൽ ഒന്നാമത്തതാണ് ബുദ്ധി. പക്ഷേ ബുദ്ധിയുടെ കഴിവ് പരിമിതമാണ്. പരമാവധി ബുദ്ധി കൊണ്ട് ചെന്നെത്തുന്നത് ഈ പ്രപഞ്ചത്തിന് സൂക്ഷ്മജ്ഞാനിയായ ഒരു സംവിധായകനുണ്ടെന്ന് മാത്രമാണ്. അതേസമയം നമ്മെയും സർവചരാചരങ്ങളെയും പഠിച്ചു പരിപാലിക്കുന്ന ഈ സംവിധായകൻ ഈ സൃഷ്ടി സംവിധാനത്തിൽ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്നോ എങ്ങനെയാണ് അവന് വണങ്ങേണ്ടതെന്നോ എങ്ങനെയാണ് അവന് നന്ദി പറയേണ്ടതെന്നോ അവന് വഴിപ്പെട്ട് ജീവിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലം എന്താണെന്നോ അനുസരണക്കേട് കാണിച്ചവർക്ക് അവർ നൽകുന്ന ശിക്ഷ എന്തായിരിക്കുമെന്നോ കണ്ടെത്താൻ ബുദ്ധിക്ക് സാധ്യമല്ല. ഈ പ്രശ്നത്തിന് പരിഹാരം നൽകാനാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയമിച്ചത്. ആ ഭാഗം അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇസ്ലാം പ്രഥമമായി ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. ഈ അറിവും വിശ്വാസവും കൂടാതെയുള്ള കർമ്മങ്ങളും ഇസ്ലാമിക ദൃഷ്ട്യാ പാഴ്വേനയാണ്. അതിന്റെ ആത്മാവാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ അള്ളാഹു ഉണ്ട് എന്ന് അറിയാൻ ഭൗതികവും ബുദ്ധിപരമായ തെളിവുകളും ഇന്ദ്രിയാനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന തെളിവുകളും സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യോൽപത്തി മുതൽക്ക് ഈ തെളിവുകൾ അള്ളാഹുവിനെ കുറിച്ച് കാലോചിതമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ വികാസവും ബുദ്ധിയുമനുസരിച്ചാണ് ഇവകൾ സംവിധാനിക്കുന്നത്. സയൻസിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും കാലമായ ഇന്ന് ഈ തലത്തിൽ നിന്ന് കൊണ്ടാണ് പ്രപഞ്ചം അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം. അള്ളാഹുവിനെ മനസ്സിലാക്കാനും കണ്ടെത്താനും ശ്രമം നടത്തുന്ന നാം നമ്മുടെ ചില ദുസ്വഭാവങ്ങൾ വെടിയേണ്ടതുണ്ടെന്ന്. അതിൽ പ്രധാനമാണ് ഒന്ന്, അഹങ്കാരം. അഹങ്കരിക്കുന്ന ഹൃദയത്തിന് ഒരിക്കലും അള്ളാഹു അവന്റെ
ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കില്ല. അവൻ അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഭൂമിയിൽ അന്യമായി അഹങ്കരിച്ചു നടക്കുന്നവരുടെ കണ്ണുകളിൽ നിന്നും ഞാൻ എൻ്റെ ദൃഷ്ടാന്തങ്ങളെ തെറ്റിച്ചു കളയുന്നതാണ്. അവർ ഏത് ദൃഷ്ടാന്തം കണ്ടാലും വിശ്വസിക്കുകയില്ല. സന്മാർഗം അവരുടെ കൺമുമ്പിൽ കണ്ടാലും അതിനെ അവർ മാർഗമാക്കുകയില്ല. അതേസമയം ദുർമാർഗം കണ്ടാൽ അതവർ മാർഗമായി സ്വീകരിക്കും. അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അവയിൽ അശ്രദ്ധരാവുകയും ചെയ്തതിനാലത്രേ അത്. 2. കളവ്, സംശയം പോലുള്ള ദുർചിന്തകളിൽ നിന്ന് നാം മോചിതരാവുക. സത്യം ബോധ്യപ്പെട്ടാൽ വിശ്വസിക്കാനുള്ള ആർജവം കാണിക്കുക. സത്യത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉണ്ടെന്നതിന് ഭൗതികമോ ബുദ്ധിപരമോ ആയ തെളിവുകളുടെ പിന്നാലെ പോകൽ നിർബന്ധമില്ല. അള്ളാഹു ഉണ്ടെന്ന് പ്രവാചകൻ പറഞ്ഞത് തന്നെ ധാരാളമാണ്. എന്നാലും അവർക്കും ദൈവനിഷേധികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിശദീകരണമാണ് നാം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു ഉണ്ടോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു. മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും നാം അന്വേഷിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കെ ഈ സുപ്രധാന ചോദ്യം അവഗണിക്കുന്നത് ചിന്താശക്തിയുള്ള മനുഷ്യന് യോജിച്ചതല്ല. എങ്കിൽ എങ്ങനെയാണ് നാം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്? എന്താണ് അതിനുള്ള മാർഗം? മാർഗമറിയാതെ ലക്ഷ്യത്തിലേക്ക് എത്തില്ല. വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ മനുഷ്യൻ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ചരിത്രം ഉദ്ഘോഷിക്കുന്നു. മാത്രമല്ല, വിവിധ നാടുകളിൽ വിവിധ കാലഘട്ടത്തിൽ വന്ന പ്രവാചകന്മാരും പുണ്യാത്മാക്കളും അള്ളാഹുവിലുള്ള വിശ്വാസം ഊന്നിപ്പറഞ്ഞതായി നാം കാണുന്നു. അവരെല്ലാവരും കൂടി അള്ളാഹു ഉണ്ട് എന്ന ഒരു വലിയ കള്ളം ചമച്ചുണ്ടാക്കി പ്രചരിപ്പിച്ചു എന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അവരുടെ എല്ലാവരുടെയും ആത്മാർത്ഥത ഒറ്റയടിക്ക് നിഷേധിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. പണ്ടുകാലം മുതൽക്കേ ചിലർ അള്ളാഹുവിനെ നിഷേധിക്കാൻ കാരണമായത് അള്ളാഹു ഇന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യമാണെന്ന വാദം പറഞ്ഞുകൊണ്ടാണ്. ഒരു വസ്തുത ഉണ്ട് എന്നതിനുള്ള മാനദണ്ഡം അതിനെ കാണാൻ കഴിയുക എന്നാണെന്ന് അവർ വാദിക്കുന്നു. സത്യത്തിൽ ഈ വാദം മൂലം അവർ അള്ളാഹുവിനെ മാത്രമല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പല വസ്തുക്കളെയും നിഷേധിക്കേണ്ടി വരും. അവർ ആകർഷണ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഇന്നുവരെ അതിനെ ആരും കണ്ടിട്ടില്ല, എന്നാൽ അതിന്റെ അടയാളങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബുദ്ധി എന്ന ശക്തിയെ അവർ വിശ്വസിക്കുന്നു. അതിനെ അവർ കണ്ടിട്ടില്ല, പക്ഷേ അതിന്റെ കഴിവുകളെ അവർ കാണുന്നുണ്ട്. കാന്തശക്തിയിൽ അവർ വിശ്വസിക്കുന്നു, പക്ഷേ കാന്തശക്തിയെ അവർ കാണുന്നില്ല. ഇങ്ങനെ ഒട്ടനേകം ശക്തികളെ അവർ വിശ്വസിക്കുന്നുണ്ട്. അവയെ ഒന്നും അവർ കണ്ടിട്ടില്ല. അവയുടെ ഫലങ്ങളാണ് അങ്ങനെ ഒരു ശക്തിയുണ്ടെന്ന് നമുക്ക് ബോധ്യമുണ്ടാക്കി തരുന്നത്. ജീവൻ എന്ന അത്ഭുത പ്രതിഭാസത്തിന്റെ മുമ്പിൽ എല്ലാ ശാസ്ത്രജ്ഞരും മുട്ടുമടക്കുകയാണ് ചെയ്യുന്നത്. അതെന്താണെന്ന് കാണാൻ ഒരാൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതല്ലേ ഖുർആൻ പറഞ്ഞത്? പ്രവാചകരെ, അങ്ങയോടവർ ജീവനെ കുറിച്ച് ചോദിക്കും. പറയുക, ആത്മാവ് എന്റെ നാഥന്റെ കാര്യത്തിൽ പെട്ടതാകുന്നു. അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു വസ്തുവിനെ നാം കാണുന്നില്ല എന്നത് ആ വസ്തു ഇല്ല എന്നതിന് തെളിവല്ല. നമുക്കറിയാം, ബാക്ടീരിയ ഈ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തെ ആക്രമിക്കുകയും രോഗിയാക്കുകയും രോഗപ്രതിരോധം നൽകുകയുമൊക്കെ ചെയ്യുന്നു. ഇവ മനുഷ്യനെ സൃഷ്ടിച്ച അന്നു മുതൽക്ക് തന്നെയുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്താണ് വൈദ്യശാസ്ത്രം മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് അവയെ കണ്ടെത്തിയത്. അപ്പോഴാണ് ഈ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ബാക്ടീരിയയുടെ കഴിവുകളും അവയ്ക്ക് ജീവനുണ്ടെന്നതും അവ ഉൽപാദനം നടത്തുന്നുണ്ടെന്നുമൊക്കെയുള്ള
വൈദ്യശാസ്ത്രത്തെ ഞെട്ടിച്ച ബാക്ടീരിയകളുടെ അത്ഭുത ലോകത്തേക്ക് നാം ചെന്നെത്തുന്നത്. ഇത് ഈ അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചത് എന്നതുകൊണ്ട് അത് മുമ്പുണ്ടായിരുന്നില്ലെന്ന് പറയാനൊക്കുമോ? ഇത്തരം ശക്തികൾ ഉണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന നമ്മുടെ ബുദ്ധി എന്ന ഉപകരണമാണ്. അതേ ഉപകരണം തന്നെ മതി ഈ പ്രപഞ്ചത്തെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കാനും. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം അവന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പഠിക്കലാണ്. ഈ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കാനുള്ള 3 ഉപകരണങ്ങളാണ് ബുദ്ധിയും ചിന്തയും ജ്ഞാനവും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തോട് അടിക്കടി ചിന്തിക്കാനും പഠിക്കാനും ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്ലാം സത്യമാണ് മനസ്സിലാവൂ. അള്ളാഹു ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? പ്രവാചകരെ, അറിവുള്ളവർ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. അങ്ങയ്ക്ക് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ തികഞ്ഞ സത്യമാണെന്നും അത് അജയ്യനും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പ്രധാനമായും 3 കാര്യങ്ങളിലാണ് നാം കാണുന്നത്. 1 പ്രപഞ്ചം, 2 ഖുർആൻ, 3 അമാനുഷിക കാര്യങ്ങൾ മനുഷ്യരിലൂടെ പ്രകടമാക്കുമ്പോൾ. ഇവയിൽ ഏറ്റവും പ്രധാനമാണ് പ്രപഞ്ചം. പ്രപഞ്ചത്തിലെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പ്രധാനമാണ് ഇല്ലായ്മയിൽ നിന്നുള്ള പ്രപഞ്ചത്തിന്റെ ഉത്ഭവം. ശാസ്ത്രം പുരോഗമിക്കും